ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് പേഴ്സണൽ തിരക്ക് കാരണമാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. ഐ എം സോറി ഫോർ ദാറ്റ്. അതുപോലെ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് റോബ് ലുച്ചി എന്ന ക്യാരക്ടറിനെ പറ്റിയാണ്. അയാൾ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് തുടങ്ങി ലുച്ചിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. വൺ പീസ് വേൾഡിലെ ഏറ്റവും ശക്തനും ഏറ്റവും അപകടകാരിയുമായ കഥാപാത്രമാണ് റോബ് ലുച്ചി. നീതിക്ക് പുറമെ വേൾഡ് ഗവൺമെന്റിന്റെ ഏത് ആജ്ഞകൾ അനുസരിച്ചും ഏതൊരു നിരപരാധികളെ പോലും ഇല്ലാതാക്കുന്ന വളരെ ക്രൂരനായ ഒരു അസാസിനാണ് ലുച്ചി എന്നത്. അവന്റെ ജീവിതം സത്യത്തിൽ വളരെ നിഗൂഢവും ഭയാനകവുമായിരുന്നു. ചാപ്റ്റർ 323 എപ്പിസോഡ് നമ്പർ 230 റോബ് ലുച്ചിയുടെ ഫസ്റ്റ് അപ്പിയറൻസ് ഉണ്ടാകുന്നത്. ഗ്രാൻഡ് ലൈനിലുള്ള ഗുവാൻ ഹാവ് എന്നതാണ് ജന്മസ്ഥലം. ഏകദേശം 30 വയസ്സോളം പ്രായമുള്ള അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ വരുന്നത് ജൂൺ 2-നാണ്. ചെറുപ്പം മുതൽക്കേ അസാധാരണമായ അവന്റെ പോരാട്ട ശേഷിയും കൊലപാതക കഴിവുമാണ് അദ്ദേഹത്തെ വേൾഡ് ഗവൺമെന്റിന്റെ ഈ ഒരു ഇന്റലിജൻസ് വിങ്ങിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള കാരണം. ഒരു സൈഫർ പോൾ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തെ മാസക്കർ വെപ്പൺ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. മറ്റൊരാളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ട് വരുന്ന വളരെ ക്രൂരനായ ഒരു അസാസിനാണ് ലുച്ചി എന്നത്. വളരെ ശാന്തനും യാതൊരു വികാരവുമില്ലാതെ അനാവശ്യമായി സംസാരങ്ങൾ കൊണ്ട് വെറുപ്പിക്കാത്ത ഒരു പേഴ്സണാലിറ്റിക്ക് ഉടമ കൂടിയാണ് റോബ് ലുച്ചി. കരുണ, സഹതാപം എന്നിവ തന്റെ ദൗത്യത്തിന് വലിയൊരു വിലങ്ങുതടിയായതുകൊണ്ടാവാം അതെല്ലാം മാറ്റി നിർത്തി അദ്ദേഹം മറ്റുള്ളവരോട് പെരുമാറുന്നത്. അതൊരുപക്ഷെ ഒരു അനാഥനായി വളർന്നതുകൊണ്ടും ആവാം. നീതി എന്നത് ഗവൺമെന്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിക്ക് ഉടമയാണ് അദ്ദേഹം. ശക്തിയുടെ കാര്യത്തിൽ ലുച്ചി വളരെ അസാധാരണനാണ്. എന്നാൽ അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ആ ശക്തി മാത്രമായിരുന്നില്ല, പകരം അവന്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് അയാൾ ഗവൺമെന്റിന്റെ അടിമയായത്. എന്നാൽ നേരെ മറിച്ച് ലൂഫിയുടെ വിശ്വാസം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലും സൗഹൃദത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനീസ് ലോബിയിൽ വെച്ചുണ്ടായ ലൂഫി വേഴ്സസ് ലുച്ചി എന്നിവരുടെ പോരാട്ടം രണ്ട് ശക്തരായ പോരാളികളുടെ ഏറ്റുമുട്ടൽ മാത്രമായിരുന്നില്ല, മറിച്ച് രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയായിരുന്നു. എനിവേ, താൻ CP9 പ്രവർത്തിക്കുന്ന ടൈമിലാണ് സ്പാൻഡം നൽകിയ ഉത്തരവ് പ്രകാരം റോബ് ലുച്ചിയും സംഘവും വാട്ടർ 7-ലേക്ക് എത്തുന്നത്. പ്ലൂട്ടോൺ എന്ന ഏൻഷ്യൻ വെപ്പന്റെ ബ്ലൂ പ്രിന്റ് തേടിയെത്തിയ ഇവർക്ക് ഐസ്ബർഗ് എന്ന വാട്ടർ 7ന്റെ മേയറും ഗലേല കമ്പനിയുടെ ഓണറുമായ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ടെന്ന രഹസ്യ വിവരം ലഭിക്കുന്നു. അതിനെ തുടർന്ന് ഏകദേശം 5 വർഷത്തോളം ഗലേലയിലെ ഒരു കപ്പൽ പണിക്കാരനായി ലുച്ചിയും സംഘവും അണ്ടർ കവറിൽ പ്രവർത്തിച്ചു. ആ ഒരു ടൈമിലാണ് സ്ട്രോ ഹാറ്റ്സ് അവിടേക്ക് എത്തുന്നത്. ഒഹാറയ്ക്ക് ശേഷം വേൾഡ് ഗവൺമെന്റ് അന്വേഷിച്ചിരുന്ന ഒരു പൈററ്റ് ആയിരുന്നു നീക്കോ റോബിൻ. ലൂഫിയുടെ സംഘത്തിൽ നീക്കോ റോബിൻ ഉണ്ടെന്നറിഞ്ഞതോടെ അവളെ മുൻനിർത്തി ഐസ്ബർഗിനെതിരായി പ്രവർത്തിക്കാൻ ഇവർ പദ്ധതി മെനഞ്ഞു. എന്നാൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്ന ഐസ്ബർഗ് അത് നമ്മുടെ ഫ്രാങ്കി ഏൽപ്പിച്ചിരുന്നു. പകരം ഒരു ഫേക്ക് ബ്ലൂ പ്രിന്റ് അയാൾ തന്റെ ഷെൽഫിൽ സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങൾ കണ്ടെത്തിയത് ഒരു ഫേക്ക് ആണെന്ന് മനസ്സിലാക്കിയതോടെ ഫ്രാങ്കിയിലേക്കായി അവരുടെ സംശയം. തുടർന്ന് ഐസ്ബർഗിനെ അപായപ്പെടുത്തി റോബിൻ, ഫ്രാങ്കി തുടങ്ങിയവരെ ക്യാപ്ചർ ചെയ്യുകയും അവരെ എനീസ് ലോബിയിലേക്ക് കടത്തുകയും ചെയ്തു. പാതി ജീവനുമായി രക്ഷപ്പെട്ട ഐസ്ബർഗ് നിക്കോ റോബിൻ സ്ട്രോ ഹാറ്റ്സിനെ ചതിച്ചിട്ടില്ല, പകരം CP9 നിന്ന് രക്ഷിക്കുകയായിരുന്നു എന്നുള്ള സത്യം നാമി അറിയിച്ചു. ഇതിനെ തുടർന്ന് സ്ട്രോ ഹാറ്റ്സ് ഏവരും റോബിനെ രക്ഷപ്പെടുത്തുവാനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ലുച്ചിയുമായുള്ള ലൂഫിയുടെ ആദ്യ ഫൈറ്റിൽ റുക്ഷുക്കി എന്ന മാർഷൽ ആർട്ട് ഉപയോഗിച്ച് ലൂഫിയെ ദൂരേക്ക് അദ്ദേഹം വലിച്ചെറിഞ്ഞിരുന്നു. ആ ഒരു നിമിഷത്തിലൂടെ ലുച്ചി എത്രത്തോളം പവർഫുൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലുച്ചിയും സംഘത്തെയും ഫോളോ ചെയ്തു വന്ന സാഞ്ചിക്കും ഇതേ ഗതി തന്നെയായിരുന്നു സംഭവിച്ചത്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെയാവാം സ്ട്രോ ഹാറ്റ്സ് ലേവരും തങ്ങളുടെ പവേഴ്സിനെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാരണവും. ലൂഫിയുമായുള്ള തന്റെ രണ്ടാമത്തെ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് തന്നെയായിരുന്നു മുന്നേറ്റം. എന്നാൽ ഗിയർ 2, ഗിയർ 3 എന്നിങ്ങനെയുള്ള പവേഴ്സാണ് ലുച്ചിയുടെ കയ്യിൽ നിന്നും ലൂഫിയെ രക്ഷിക്കാനുണ്ടായ കാരണവും അതിലൂടെ ഒരു വൻ പരാജയം അയാൾ ഏറ്റുവാങ്ങിയതും. അതിനു മുമ്പ് എന്താണ് ഈ സൈഫർ പോൾ എന്ന് നോക്കാം. ലോക ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ സൈഫർ പോൾ എന്നത്. മാസ്കഡ് അസാസിൻ എന്നറിയപ്പെട്ടിരുന്ന ഇവർ സാധാരണ ഒരു സൈനികരെ പോലെ ആയിരുന്നില്ല. രഹസ്യ ദൗത്യങ്ങൾ, ചാരപ്രവർത്തനം, കൊലപാതകം, വിവരശേഖരണം തുടങ്ങിയവയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത്. CP0 മുതൽ CP9 വരെയുള്ള 10 ഓർഗനൈസേഷൻ കൂടിച്ചേരുന്ന ഒരു വിഭാഗമാണ് ഈ സൈഫർ പോൾ എന്നത്. ഇതിൽ തന്നെ CP1 മുതൽ CP8 വരെയുള്ളവരെ പബ്ലിക് ഏജൻസ് എന്നും ഇതിൽ തന്നെ ഇവരുടെ ഹയസ്റ്റ് റാങ്ക് ആണ് CP0 എന്നത്. സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ഉയർന്ന നേതൃത്വമായ 5 എൽഡേഴ്സ് എന്നറിയപ്പെട്ടിരുന്നവരുമായി
ഗവൺമെന്റുമായി ഡയറക്റ്റ് കോൺടാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുന്നവരാണ് ഈ സംഘങ്ങൾ. വളരെ ശക്തരും അപകടം നിറഞ്ഞ രഹസ്യ ദൗത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമായിരുന്നു ഇവർ. കാറ്റ് ഫ്രൂട്ട് എന്ന സ്വാൻ മോഡൽ ഡെൽ ഫ്രൂട്ടിന്റെ യൂസറാണ് ഇദ്ദേഹം. ഒരു ലെപ്പേർഡിന്റെ രൂപത്തിലേക്ക് പൂർണ്ണമായി പരിണമിക്കാൻ സാധിക്കുന്ന ഒരു തരം പവേഴ്സ് ആണ് ഇതിൻ്റെത്. കൂടാതെ ഹൈബ്രിഡ് ഫോമിലേക്കുള്ള അഥവാ ഹാഫ് ഹ്യൂമൻ പ്ലസ് ഹാഫ് ലെപ്പേർഡ് എന്നിങ്ങനെയുള്ള രൂപത്തിലേക്ക് പരിണമിക്കാനും ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിലൂടെ വേഗത, ശക്തി, സഹിഷ്ണുത, ഇൻസ്റ്റന്റ് ഹീലിംഗ് എന്നിങ്ങനെയുള്ള ശക്തികൾ പല മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇവ കൂടാതെ റോക്ഷുക്കി എന്ന ഒരു പ്രത്യേകതരം മാർഷൽ ആർട്സിന്റെ ഉപയോക്താവ് കൂടിയാണ് റോബ് ലുച്ചി എന്നത്. ഇതിൽപ്പെടുന്ന കുറച്ച് വിദ്യകൾ എന്തെല്ലാമാണെന്ന് ഒന്ന് നോക്കാം. 1. സൊറു, അതായത് കണ്ണടയ്ക്കുന്ന വേഗത്തിൽ നീങ്ങാനുള്ള കഴിവ്. 2. ഗെപ്പോ, വായുവിൽ ചവിട്ടി സഞ്ചരിക്കാനുള്ള കഴിവ്. 3. തെക്കായ്, ശരീരത്തെ ഇരുമ്പ് പോലെ കഠിനമാക്കി ആക്രമണങ്ങൾ തടയുക. 4. ഷിഗം, വിരലുപയോഗിച്ച് മൂർച്ചയേറിയ കത്തിയോ വെടിയുണ്ടകളോ പോലെ ശരീരത്തിൽ കുത്തുന്ന ആക്രമണം. 5. റങ്കെക്യു, കാലുകൊണ്ട് വായുവിനെ മുറിച്ച് ബ്ലേഡ് പോലെ ആക്രമിക്കാൻ സാധിക്കുന്ന രീതി. 6. കാമി, ശരീരത്തെ വളരെ വഴുക്കമുള്ളതാക്കി ആക്രമണങ്ങൾ ഒഴിവാക്കുന്ന രീതി. ഇതിനുശേഷം അദ്ദേഹം ഹാക്കി കൂടി മാസ്റ്റർ ചെയ്തിരുന്നു. അതിൽ തന്നെ അഡ്വാൻസ് ലെവൽ ഒബ്സർവേഷനും അഡ്വാൻസ് ലെവൽ ആർമമെന്റ് ഹാക്കിയും മാസ്റ്റർ ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധത്തെ എടുത്തു കാണിക്കുന്നതാണ്. പിന്നീട് എഗ്ഹെഡിലൂടെ അദ്ദേഹത്തിന്റെ ഡെവിൾ ഫ്രൂട്ട് അവേക്കൻ ചെയ്തതായി കാണിച്ചിരുന്നു. അവേക്കൻ സംഭവിച്ചതിലൂടെ അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ടതാണ്. എന്തായാലും ഫൈനൽ സാഗയിലൂടെ അദ്ദേഹം ആരുടെ പക്ഷത്താവും ചേർന്ന് യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് സത്യത്തിൽ ഫൈനൽ വാറിൽ ആർക്ക് ഉപകരിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തായാലും വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക.